ബിഗ് ബോസിൽ നിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച കാണാനിടയായി. വേറൊന്നുമല്ല, ഷാനവാസും ആദിലും തമ്മിൽ ഒരു കോൺവെർസേഷൻ സംസാരിക്കുന്നതിടയിൽ അവരുടെ റിലേഷനെ കുറിച്ചുള്ള സംഭാഷണമാണ് ഉണ്ടായിരുന്നത്. നിഷ്മി എന്ന് പറഞ്ഞ നിഷ്മി നൂറയും ആദിലയും കടുത്ത ഭാഷയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാൻഡിൽ നിന്ന് നിഷ്മി ഇതുവരെ വിട്ടിട്ടില്ല. പക്ഷേ അതുപോലുള്ളൊരു കാര്യം ബിന്നി പറയുകയുണ്ടായി. അവരുടെ റിലേഷനെ കുറിച്ച്, ലെസ്ബിയൻ കപ്പിളായ ആദിലയും നൂറയും കുറിച്ചിട്ടുള്ള അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം LGBTQ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് ബിന്നി പറയുകയുണ്ടായി. ആദിലയോട് ഷാനവാസ് സംസാരിക്കുന്ന ഒരു സംഭാഷണം, അതാണ് ഇപ്പം അതിൻ്റെ ഇടയിൽ ഷാനവാസ് മകളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി ഷാനവാസ് പറയുകയുണ്ടായി. അതാണ് ഇന്നത്തെ വൈറലായി കൊണ്ടിരിക്കുന്നത്. അപ്പം ആദിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ തന്നെ മനുഷ്യരായ പോലെ തന്നെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ തീരുമാനമാണ്. ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. അത് ഷാനവാസ് പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾക്ക്, അവർ തമ്മിലുള്ള ഇഷ്ടം കൊണ്ടുണ്ടായ ഇതുകൊണ്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൽ പറയുന്നുണ്ട്, മനുഷ്യരെ പോലെ കാണുക, മനുഷ്യർ വെറുക്കാതെ എല്ലാവരും നല്ല സഹജീവികളായി കണ്ടാൽ ഞങ്ങളെയും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാമെന്ന് അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടൈമിലാണ് ഷാനവാസ് പറയുന്നത്, ഞാനും നിങ്ങളെ ഒരു സഹജീവികളായിട്ടാണ് കാണുന്നത്, മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ ആയിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നത്. ഷാനവാസ് പറയുന്നത്, ഞാൻ നിങ്ങളൊരു സഹജീവികളായിട്ടാണ് കാണുന്നത്, എനിക്ക് മനുഷ്യത്വമുണ്ട്, ഞാനൊരു മനുഷ്യ കുഞ്ഞുങ്ങളായിട്ടാണ് നിങ്ങളെ കാണുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത്. ഞാൻ എൻ്റെ മക്കളാണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ മക്കളാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ ഞാൻ അവരെ ഭ്രഷ്ട് കൽപ്പിക്കുകയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഭ്രഷ്ട് കൽപ്പിക്കുക, ഒഴിവാക്കുക, പറഞ്ഞു കൊടുക്കുക, വീട്ടിൽ നിന്ന് അടിച്ചോട്ടുക, അതൊന്നും ചെയ്യില്ല. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അവരെ ഉപദ്രവിക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് മക്കൾക്ക്. പക്ഷേ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. അത് ഷാനവാസ് പറയുന്നത്, ഞാൻ എൻ്റെ മക്കളെ ഉപദേശിക്കും. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാനുണ്ടെങ്കിൽ അവൾ വരട്ടെ, ഞാൻ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. കാലഘട്ടം മാറി, അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് അവർ പോകുന്നുണ്ടെങ്കിൽ അവരെൻ്റെ ചോരയാണ്, എൻ്റെ കുഞ്ഞുങ്ങളാണ്, അതിനെ ഞാൻ എങ്ങനെ അവരെ ഒഴിവാക്കുക, അവരെങ്ങനെ ഉപദ്രവിക്കുക എന്ന് ഷാനവാസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു LGBTQ അതുപോലെ ആദിലയും നൂറയും അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസിഷനാണ് ഇപ്പോൾ ഷാനവാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കുറേ കമൻറ്റുകളുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചാൽ